സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയെന്നാണ് സർക്കാരിന്റെ പുതിയ കാൽവയ്പ് എന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിശേഷിപ്പിച്ചത്. തത്വത്തിൽ എതിർക്കുന്നില്ലെങ്കിലും ആശങ്കയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, എന്തൊക്കെയാണ് സഭാ നടപടികളുടെ മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്നലെ തന്നെ സ്വകാര്യ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സഭയിൽ വന്നിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ബില്ലിന്റെ തുടർ ഭേദഗതികൾ ചർച്ച ചെയ്യാൻ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്ന് അടക്കമുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് അസാധാരണ നടപടി എന്ന രീതിയിലായിരുന്നു തുടർ അവതരണം ഇന്നത്തേക്ക് മാറ്റിയത്. എന്തായാലും സമീപകാലത്ത് സർക്കാർ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടുകയും ഏറ്റവും അധികം സർക്കാർ പ്രതിപക്ഷ വാഗ്വാദങ്ങൾ നടക്കുകയും ചെയ്ത സ്വകാര്യ സർവകലാശാല ബില്ല് അത് നിയമസഭ പാസാക്കിയിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടിയാണ് പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റേതുമായി 1392 ഭേദഗതികൾ ഈ ബില്ലിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. അതിൽ നാമമാത്രമായ ഭേദഗതികൾ മാത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. 61 വകുപ്പുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ ബില്ല് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതി ഉണ്ടായിരിക്കും. ആ വിദഗ്ധ സമിതിക്ക് പരിശോധിക്കാനുള്ള പരമാവധി കാലയളവ് 2 വർഷമാണ്. 2 വർഷത്തിൽ ഇവർ മാനദണ്ഡങ്ങൾ പാലിക്കണം. അതായത് 25 കോടി ഫണ്ട് സർക്കാർ സമർപ്പിച്ചിരിക്കണം. 24,000 ചതുരശ്ര അടി കെട്ടിടം ഉണ്ടായിരിക്കണം. ഒപ്പം 40% സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് നൽകിയിരിക്കണം. തുടങ്ങി നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു സ്വകാര്യ സർവകലാശാലയ്ക്ക് സംസ്ഥാനത്ത് സർവകലാശാലകൾ തുടങ്ങാനാകും. അതെന്തായാലും നിലവിലെ നിയമപ്രകാരം പരമാവധി 2 വർഷം വരെയാണ് ഈ വിദഗ്ധ സമിതിക്ക് ഈ അപേക്ഷ പരിഗണിച്ച് അനുവദിക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സമയപരിധി. അത് ഒരുപക്ഷെ 6 മാസം കൂടി ആവശ്യമെങ്കിൽ മാത്രം നീട്ടി നൽകുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 2 വർഷത്തിനകം സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ CPM ഏറ്റവും അധികം എതിർത്തിരുന്ന സ്വകാര്യ സർവകലാശാലകൾ അത് CPMന്റെ ഭരണകാലത്ത് തന്നെ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു വിരോധാഭാസവുമുണ്ട്. എസ് വിജയകുമാർ. സർക്കാരിന്റെ പുതിയ കാൽവയ്പ് എന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇതിനെ വിശേഷിപ്പിച്ചത്. ഇക്കാര്യത്തിൽ തത്വത്തിൽ ഈ നീക്കങ്ങളെ, ഈ ആശയത്തെ എതിർക്കുന്നില്ല പ്രതിപക്ഷം. പക്ഷേ ചില ആശങ്കകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിക്കുകയും ചെയ്തു. നേരത്തെ ബില്ല് അവതരണ സമയത്ത് പ്രതിപക്ഷം ചില വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ നിയമസഭയിൽ നിർണായക നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭ പാസാക്കിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.